പിന്നെ ഈ എക്സസൈസിനെ സംബന്ധിച്ച് നെക്സ്റ്റ് 7 എം എന്താണ്, ഇ എന്താണ്, സി എന്താണ്, 7 എന്താണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ആവർത്തിക്കുന്നുണ്ട്. ശരിക്കും അത് കൃത്യമായി ചെയ്താൽ ഒരു പരിധി വരെ ഒട്ടുമിക്ക അസുഖങ്ങൾ മാറുന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക്സ്, സ്ട്രോക്ക്, കൊളസ്ട്രോൾ, അതുപോലെ നാഡിവേദന, മുട്ടുവേദന, നടുവേദന, ഇടുപ്പ് വേദന, കഴുത്ത് വേദന. ഈ 21 എക്സസൈസ് കൊണ്ട് ഏകദേശം 1750ഓളം നാഡിവേദനകളുടെ ചലനമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലഡ് കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓട്ടം ത്വരിതപ്പെടും, അസുഖമാണ്. മോട്ടിവേഷനും ചിരികൾക്കുമായിട്ട് നമ്മളൊരു ചെറിയ ഐറ്റംസ് അത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അവാസിന് എല്ലാ ദിവസവും ഞങ്ങളോട് കിട്ടാറില്ല. അത് അവിടുത്തെ ആളാണെങ്കിലും എല്ലാ ദിവസങ്ങളും പുറത്താണ്. ഏകദേശം പിന്നെ വേറെ പറയുന്നത് ഇത് നമ്മൾ ഈ എക്സസൈസിന് ഫസ്റ്റ് ഡിസിപ്ലിനാണ് ഫ്ലെക്സൺ. നമ്മളിപ്പോൾ കേരളം മൊത്തം ഇപ്പോൾ 3000ഓളം യൂണിറ്റ്. ഞങ്ങൾ പാലത്തിങ്ങിൽ 27ാമത്തെ യൂണിറ്റാണ്. 3000ഓളം യൂണിറ്റിൽ 30,000ഓളം ആളുകൾ നമ്മൾ രാവിലെ കാലത്ത് 6-15 മണിക്ക് GCCയിലും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇന്ന് ഈ എക്സസൈസ് ചെയ്തു വരുന്നുണ്ട്. ഇത്രയും നമുക്കറിയാവുന്ന ഒരുപാട് വിവാദങ്ങൾ ഇത്രയും പരസ്യമായിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെല്ലാവരും ഇതിൻ്റെ പ്രൊമോട്ടർമാരാണ്. ഇതിന് പ്രൊമോട്ടേഴ്സ് ഇല്ല, നമ്മൾ ചെയ്യുന്ന ആളുകളാണ് ഇത് വേണ്ട ഗുണങ്ങളും ഗുണഫലങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആളുകൾക്ക് എത്തിക്കുന്നത്. ഇതിനെപ്പറ്റി പല പ്രശ്നങ്ങളും നടന്നിരുന്നു. ഒക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മളെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. വേറെ നമ്മൾ ജനങ്ങളുടെ ഒരു ചിന്തയും മാറി കാരണം ഒന്നിലും നമ്മൾ നല്ലൊരു ആക്റ്റീവായി നിൽക്കുക. വേറെ ഒന്നിലും നമ്മൾ പെട്ടുപോയത് എല്ലാം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മെക്സം മൊത്തം പ്രൊട്ടസ്റ്റാവും. അപ്പോൾ നമ്മൾ അച്ചടക്കത്തോടു കൂടി നമ്മളെ മെക്സൻ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാർ വിളിക്കുക. ചെറിയ കഴിയുന്ന കുട്ടികളെ കൊണ്ടുവരിക. കാരണം ഇപ്പം തന്നെ 15 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഡയബറ്റിക്കാണ്. കാരണം ഇപ്പോഴത്തെ ഫുഡ് 15 വയസ്സാകുമ്പോഴേക്ക് ഇപ്പോൾ ഡയബറ്റിക് ഇൻസുലിൻ വരെ കിട്ടുന്ന കാലഘട്ടം കിട്ടും. അപ്പോൾ പിള്ളേരെ എങ്ങനെയെങ്കിലും നീപ്പിച്ച് കൊണ്ടുവരിക. ഒരു നാളെ വരുമ്പോൾ ഓരോരുത്തർ 2 പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സംഭവം നമ്മളെ ആരോഗ്യം നല്ലൊരു ലഹരിമുക്ത സംസ്കാരം മാറും. ശ്രദ്ധിക്കണം പറയില്ല. ഓക്കെ, താങ്ക് യു. സാറുടെ നേതൃത്വത്തിലുള്ള അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞാമ കാക്കാണ്ട്, മുസ്തഫ കാക്ക, അങ്ങനെ ഒരുപാട് കളിയാട്ടുമുക്കിലെ ലീഡേഴ്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത അത് ഹമീദ് സാർ സൂചിപ്പിച്ച പോലെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയും. നമ്മളെ അതായത് സൗണ്ട് നമ്മുടെ ശരീരം എങ്ങനെയാണോ അതിനനുസരിച്ച് മനസ്സിലായി. ഇഫ് ആൻ ആക്റ്റീവ് ബോഡി ഈസ് ആൻ ആക്റ്റീവ് മൈൻഡ് വരും. ഇപ്പോൾ പലപ്പോഴും ഇന്ന് ആളുകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന ഒരു അസുഖം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൃദ്രോഗമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നതിന് കാരണം ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നമാണ്. അതിന് പ്രധാന കാരണമായിട്ട് വരുന്നത് സ്ട്രെസ്സാണ്. നമുക്ക് മാനസിക സംഘർഷം വരണം. അപ്പോൾ ഈ എക്സസൈസിലൂടെ നമുക്ക് കിട്ടുന്നത്, നമുക്ക് സലാഹുദ്ദീൻ സാർ നമുക്ക് കൊണ്ടുവരണം. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല തിരക്കിലാണ്. ഇപ്പോൾ 3000ഓളം സെൻറ്ററുകളായി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് തുടക്കം കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് നിസാർക്ക്, അതോടൊപ്പം പല ആളുകളും ഇവിടെ ഉണ്ട്. ഇത് ഇന്നത്തെ നോക്കണ്ട, ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു പ്രയാസമൊക്കെ തോന്നിയിട്ടുണ്ടാവും. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ ലീഡേഴ്സ് എന്ത് ചെയ്യണം, നമുക്കതൊക്കെ ഫോം ചെയ്യണം. ഞാനൊരു 10 മിനിറ്റ് നേരം നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പലരും കേടുവരുന്നവരെ തിരിഞ്ഞു നോക്കാത്ത ഒരേ ഒരു സംഗതിയാണ് ആരോഗ്യം. കേടുവരുന്നവരൊന്നും നോക്കൂല, കേട് വന്നതിൻ്റെ വിഷയത്തിൽ നോക്കുക. അതുകൊണ്ടാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വരുന്നേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കാമെന്നാണ്. അപ്പോൾ എന്താണ് മെക്സവൻ്റെ പ്രത്യേകത? മെക്സവൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് ക്ലാസ് നമുക്ക് പിന്നീട് നടക്കാം, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കില്ല. മെക്ക് എന്ന് പറഞ്ഞാൽ തന്നെ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അതാണ് മെക്ക് എന്ന് പറയുന്നത്, മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അതോടൊപ്പം മെക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. എന്തിനാണ് നമ്മൾ ഈ വട്ടത്തിൽ ഇങ്ങനെ നിർത്തിയത്? ഇതിനൊരു എനർജി ഉണ്ട്. അതിന് പറയും മാഗ്നറ്റിക് എന്തൂസിയാസ്റ്റിക് സെന്റർ എന്ന് പറയും. മാഗ്നറ്റിക് എന്തൂസിയാസ്റ്റിക് സെന്റർ. അപ്പൊ നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഒരു കൂട്ടായ്മക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവിടെ ജാതി മത ഭേദം തന്നെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. നിങ്ങൾ നേരെ 100 രൂപ എൻട്രി ഫീസ്, പിന്നെ ആകെ ഒരു ടീഷർട്ടിനുള്ള പൈസ നമ്മുടെ യൂണിഫോമിറ്റിക്ക് വേണ്ടി വാങ്ങുള്ളൂ, വേറെ എന്തില്ല. ഈ ഒരു സൗഹൃദ കൂട്ടായ്മ, ഈ സൗഹൃദം ഏറ്റവും കൂടുതൽ ഇതൊക്കെ ജാതി മതത്തിനെ കുറിച്ച് ഒരുപാടൊക്കെ ഉണ്ടായി ആളുകൾ തെറ്റിദ്ധരിച്ചു. യാതൊരു പ്രശ്നമില്ല. പോലീസുകാരൊക്കെ ഓരോരുത്തർ ഓഫീസർമാരൊക്കെ സജീവമായിട്ട് ഒരു പിന്നെ അദ്ദേഹം ഒരു ഓഫീസർ ആയിരുന്നു എന്നുള്ളതൊന്നുമില്ല. കുട്ടികളെ പോലെ നമ്മളെ കൂടെ നിന്നിട്ട് കമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ കൂട്ടായ്മ നാളെ മുതൽ നിങ്ങൾ ഓരോരുത്തർ ഇന്ന് വന്ന ആളുകൾ 2 ആളെയും കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവന്ന്
ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ കാണികളായിട്ട് അവിടെ നിന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായത് നമുക്ക് പറ്റിയ സംഗതിയാണോ എന്നൊക്കെ ധരിക്കും. ഇതൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം. ഏറ്റവും ഇതിലാകെ 7 കോമ്പിനേഷനാണ്. ഒന്നാമത്തത് എയറോബിക്സ് എന്ന് പറയുന്നത്. അതാണ് അത് പറഞ്ഞത്. ഈ എയറോബിക്സ് നമ്മളെ നമ്മൾ ഒരുപാട് നടത്താൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ എയറോബിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 3 കിലോമീറ്റർ നടന്നതിന് തുല്യമാണെന്ന് പറയും. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് എയറോബിക്സ്. അത് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ക്ലാസ് തരും. പിന്നെയുള്ളത് സിമ്പിൾ എക്സസൈസുകളാണ്, ജോയിന്റുകൾ ബേസ് ചെയ്ത്. ഇപ്പോൾ പല ആളുകൾക്കും അവിടെ കടച്ചിൽ ഇവിടെ കടച്ചിൽ വേദനയൊക്കെ വരുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അപ്പോൾ ഈ ജോയിന്റുകൾ എന്ത് ചെയ്യുന്നത് നമുക്കത് ചെയ്യാം. അതാണ് രണ്ടാമത്. ഒന്നതാണ് എയറോബിക്സ് ആണെങ്കിൽ രണ്ടാമത് ഏതാണ് സിമ്പിൾ എക്സസൈസ്. മൂന്നാമത്തത് ബ്രീത്തിങ് ആണ്. എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ആണോ അല്ലേ? ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നല്ല ശുദ്ധവായു കിട്ടാറുണ്ട്. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും ഈ ശ്വാസം എടുക്കാൻ മടിയാണ്. നമുക്ക് ശരിക്കും നന്നായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോഴാണ് ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ വരും. ബ്ലഡിന് രണ്ട് കാര്യമാണ് നിർബന്ധമായിട്ട്. ഒന്ന് ഓക്സിജൻ, മറ്റൊന്ന് ന്യൂട്രീഷനാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഓക്സിജൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സ്ട്രെസ് കുറേ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സ്ട്രെസ്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. സ്ട്രെസ്സിന് നമ്മൾ അറിയാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മുഖഭാവം പോലും സ്ട്രെസ്സാണ്, ചിരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല.